ഹല്ലേലൂയ. ഒരിക്കൽ കൂടി കർത്താവായ യേശുവിൻ്റെ വലിയ നാമത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ദ സ്റ്റോറി എന്ന വീഡിയോ സീരിയലിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്ക് അനേക കാര്യങ്ങൾ വെളിപ്പെടുത്തി തന്നു. നമ്മൾ ആരാണ്? ഈ സ്റ്റോറി ആരംഭിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് യേശുവിൻ്റെ കഥയാണ്. അത് ഇന്നലെയോ ഇന്നോ നാളെയോ തീരുന്ന കഥയല്ല, എന്നേക്കുമുള്ള കഥയാണ്. ആ യേശുവിൻ്റെ കഥ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഇത് നിങ്ങളുടെ കഥയാണ്, എൻ്റെ കഥയാണ്. എന്നാൽ യേശുവിൻ്റെ ആ മനോഹരമായ കഥ നിങ്ങളുടെ കഥയാകുവാൻ, എൻ്റെ കഥയാകുവാൻ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്തേ മതിയാകൂ. അതേക്കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ചില വിഷയങ്ങളിലൂടെ, പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ കേട്ടത് ദൈവത്തിൻ്റെ വിളിയും മനുഷ്യൻ്റെ പ്രത്യുത്തരവുമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു വിളിയുണ്ട്. ആ വിളിക്ക് മനുഷ്യൻ പ്രത്യുത്തരം കൊടുക്കുമ്പോഴാണ് യേശു ഈ ലോകത്തിലേക്ക് വന്ന് നമുക്ക് നേടിത്തന്ന വലിയ ആ രക്ഷ നമുക്ക് സ്വന്തമാക്കിക്കൊണ്ട് യേശു ആരൊക്കെയാണോ, യേശു എന്തൊക്കെയാണോ ഇപ്പോൾ എനിക്കും നിങ്ങൾക്കും ആ യേശുവിനുള്ള എല്ലാ അവകാശവും ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് യേശുവിൻ്റെ കഥ എൻ്റെ കഥയായി മാറുന്നു, നിങ്ങളുടെ കഥയായി മാറുന്നു. പക്ഷേ നമ്മൾ ദൈവത്തിൻ്റെ വിളിക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള പ്രത്യുത്തരം കൊടുക്കണം. നമ്മൾ കണ്ടു കഴിഞ്ഞു ചില വ്യക്തികളെ ബൈബിളിലൂടെ അവരെപ്രകാരം ആ പ്രത്യുത്തരം കൊടുത്തു എന്നുള്ളത്. ദൈവം വളരെ അനുഗ്രഹിക്കപ്പെട്ടവളായിട്ട് കണ്ട ഒരു വ്യക്തിയാണ് മറിയം. നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ കണ്ടു. മറിയം ദൈവത്തിൻ്റെ വചനം അതുപോലെ അനുസരിച്ചവളാണ്. മറിയം ജീവിച്ചിരുന്ന കാലത്ത് അന്നത്തെ നിയമപ്രകാരം കല്യാണം കഴിക്കാത്ത ഒരു വ്യക്തി ഗർഭിണിയാകുകയാണെങ്കിൽ അവളെ വ്യഭിചാരി എന്ന് മുദ്രയടിക്കുക മാത്രമല്ല, അവളെ കല്ലെറിഞ്ഞു കൊല്ലുന്ന കാലം. അപ്പം മരണം മുമ്പിൽ കണ്ടുകൊണ്ട്, അതിലും ഏറ്റവും ഉപരിയായിട്ട് ഒരു ചെറുപ്പക്കാരിയായ ഒരു പെൺകുട്ടി വിവാഹം കഴിക്കാനായിട്ട് ഔസേപ്പുമായിട്ട് മനസ്സമ്മതവും കഴിഞ്ഞ് കാത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആ പുരുഷനോട് ഒരു അവിശ്വസ്തത കാണിക്കുന്നത് പോലെ, ആർക്കും മനസ്സിലാകാത്ത ഭാഷയാണ്. ആരോടെങ്കിലും പറഞ്ഞാൽ മനുഷ്യന് മനസ്സിലാകുകയില്ല. പരിശുദ്ധാത്മാവ് വന്ന് ഗർഭിണിയാകുക എന്ന് പറഞ്ഞാൽ മനുഷ്യബുദ്ധിക്ക് മനസ്സിലാകാത്തൊരു കാര്യം. മറിയത്തിന് മനസ്സിലായില്ലെങ്കിലും, മനസ്സിലാകാത്ത കാര്യമാണെങ്കിലും ദൈവത്തിൻ്റെ സ്വരം കേട്ട് ആ ദൈവത്തിന് മുമ്പിൽ സ്വയം സമർപ്പിച്ച് തൻ്റെ ഭർത്താവ് ആകാൻ പോകുന്ന വ്യക്തി ഉപേക്ഷിക്കുമായിരിക്കും. ഒരുപക്ഷെ മരണം മുമ്പിൽ കാണുന്നുണ്ട്. എല്ലാവരും തിരസ്കരിക്കപ്പെടും. എന്നാൽ യേശുവിനെ ഈ ലോകത്തിന് നൽകുവാൻ വേണ്ടി ദൈവവചനത്തിന് മുമ്പിൽ സമ്പൂർണ്ണമായി സമർപ്പിച്ച ആ മറിയത്തെ ദൈവം തലമുറകളോടും ഭാഗ്യവതി എന്ന് വിളിക്കുവാനുള്ള ആ വലിയ കൃപ കൊടുത്തു. അതിൻ്റെ കാരണം നമുക്കതൊരു മാതൃകയായിരിക്കണം. അതിൻ്റെ കാരണം മറിയം വചനത്തെ അതുപോലെ മുറുകെ പിടിച്ചു. യാതൊരു കോംപ്രമൈസും കൂടാതെ, മരണത്തെ ഭയപ്പെടാതെ, മനുഷ്യൻ്റെ തിരസ്കരണം ഭയപ്പെടാതെ, മനുഷ്യർ തന്നെക്കുറിച്ച് എന്തു പറയുമെന്ന് ഭയപ്പെടാതെ, തൻ്റെ വിവാഹ ജീവിതം പോലും പ്രതിസന്ധിയിലാകുന്ന ഒരവസ്ഥ. ഇനി ആരെന്നെ കല്യാണം കഴിക്കും എന്നൊക്കെ ചിന്തിക്കാമായിരുന്നു. ഇന്ന് അനേകർ ചിന്തിക്കുന്നത് പോലെ, എന്നെ ആര് കല്യാണം കഴിക്കും, എൻ്റെ മക്കളെ എവിടെ കെട്ടിക്കും എന്നൊക്കെ നമ്മുടെയൊക്കെ ഈ കാലഘട്ടത്തിലും ചോദ്യങ്ങളുള്ളതുപോലെ, അന്നും ഒരു ചെറുപ്പക്കാരിയായ സ്ത്രീ, ഒരു മറിയത്തിന് ഒരു വിവാഹ നിശ്ചയം നടത്തിയിട്ടും അത് നഷ്ടപ്പെട്ടു പോകാം. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ദൈവത്തിൻ്റെ വചനത്തിന് സ്ഥാനം കൊടുത്തു. അതാണ് നമ്മുടെ മാതൃക. നമ്മൾ കണ്ടു അബ്രാഹത്തെ ദൈവം വിളിക്കുന്നത് അബ്രാഹത്തിൻ്റെ എന്തെങ്കിലും മേന്മയല്ല. അബ്രാഹാം ദൈവത്തെ ആരാധിച്ചിട്ടില്ല. നേരെ മറിച്ച് അബ്രാഹത്തിന് മുമ്പ് നോവായും ഈനോക്കും ആബേലും ഒക്കെ ദൈവത്തിന് പ്രസാദകരമായ ബലി അർപ്പിച്ചവരാണ്. ദൈവത്തിന് മുമ്പിൽ നീതിമാന്മാരായിട്ട് നടന്നവരാണ്. ദൈവത്തോട് കൂടി നടന്നവരാണ്. എന്നാൽ ആ മനുഷ്യരെ അല്ല ദൈവം വിളിച്ചത്. ഒരിക്കലും ദൈവത്തെ ആരാധിക്കാത്ത, വചനത്തിന് വിരുദ്ധമായിട്ട് ജീവിച്ച, അന്യദേവന്മാരെ ആരാധിച്ചുകൊണ്ടിരുന്ന, അങ്ങനെയുള്ള പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് മെസപ്പൊട്ടേമിയ എന്ന സ്ഥലത്ത്, തൻ്റെതായ ഒരു സുരക്ഷിതമുള്ള സ്ഥലത്ത്, അവിടുന്ന് ദൈവത്തിന് അബ്രാഹത്തിനെ കുറിച്ച് വലിയ പ്ലാൻ ഉള്ളായിരുന്നുകൊണ്ട് അബ്രാഹത്തിനെ വിളിച്ചു. കാരണം അബ്രാഹത്തിലൂടെയാണ് ദൈവം ആ രക്ഷാകര പദ്ധതി ആരംഭിക്കുന്നത്. അത് പൂർത്തിയാകുന്നത് യേശു ക്രിസ്തുവിലാണ്. നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്.
അപ്പോൾ അബ്രാഹത്തിന് എന്ത് ചെയ്യേണ്ടി വന്നു? അബ്രാഹവും തൻ്റെ സുരക്ഷിതത്വമൊക്കെ ഉപേക്ഷിക്കേണ്ടി വന്നു. തൻ്റെ പിതൃഭവനവും തൻ്റെ പാരമ്പര്യവും തൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം ഉപേക്ഷിച്ചു. തൻ്റെ നാടും വീടും തൻ്റെ കുടുംബക്കാരും തൻ്റെ സ്നേഹിതന്മാരും ഒക്കെ വിടേണ്ടി വന്നു. എന്തിനു വേണ്ടി? മനുഷ്യർ ചോദിച്ചാൽ ഒരു വിഡ്ഢിയാകാൻ വേണ്ടി, ആർക്കും ആരോടും പറഞ്ഞാൽ മനസ്സിലാകാത്ത രീതിയിൽ എന്തോ ഒരു വാഗ്ദാനം ഉണ്ട്, പക്ഷെ അത് കണ്ടിട്ടില്ല, കാണുന്നില്ല. അപ്പം കണ്ണുകൊണ്ട് കാണാവുന്നതിനെ ഉപേക്ഷിച്ചിട്ട് കണ്ണുകൊണ്ട് കാണാൻ പാടില്ലാത്ത ഒന്നിൻ്റെ പിന്നാലെയാണ് ഇറങ്ങി തിരിച്ചത്. നല്ല സുരക്ഷിതമുള്ള ഒരു സാഹചര്യങ്ങളിൽ നിന്നും വിട്ടിട്ട് യാതൊരു സുരക്ഷിതത്വവും ഇല്ലാത്ത ഒരവസ്ഥയിലേക്കാണ് ഇറങ്ങി വന്നത്. ഹി ലെഫ്റ്റ്. ആദ്യത്തെ മനുഷ്യനായ ആദം പാപം ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ സ്വരം കേട്ട് ഓടിപ്പോകാൻ കാര്യം ദൈവത്തിന് മുമ്പിൽ നിൽക്കാൻ വേണ്ടി അത്തിയില കൊണ്ടുള്ള ഒരു ഉടുപ്പെല്ലാം ഉടുത്തു. അതിനെ ഫുൾട്ടൻ ഷീൻ വിളിക്കുന്നത് മതമെന്നാണ്. അപ്പം മനുഷ്യൻ നിർമ്മിക്കുന്ന മതത്തിലൂടെ ദൈവസന്നിധി നിൽക്കാൻ വേണ്ടിയിട്ട് ആദം ഒരു ഉടുപ്പിട്ടു. മതത്തിലാണ് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാരമ്പര്യങ്ങളും നിയമങ്ങളും തത്വസംഹിതകളും മനുഷ്യൻ്റെതായ പാരമ്പര്യങ്ങളും ഒക്കെ മതങ്ങളിലാണ് ഉൾപ്പെടുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു മതമാണ് ഈ അത്തിയില സൂചിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ സ്വരം കേട്ടപ്പോൾ മതം അവനെ സഹായിക്കുമായിരുന്നെങ്കിൽ അവൻ അവിടെ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ ആ സ്വരം കേട്ട് ദൈവവുമായിട്ട് കൂട്ടായ്മയിലേക്ക് വരാമായിരുന്നു. പക്ഷേ അവന് ഇട്ടിരുന്ന ആ മതം അവനെ അത് സഹായിച്ചില്ല. ദൈവം അടുത്ത് വന്നപ്പോൾ അവൻ ഓടിക്കളഞ്ഞു, അവൻ ഓടി ഒളിച്ചു, മരങ്ങൾക്കിടയിൽ ഓടി ഒളിച്ചു. അവന് ഭയം വന്നു, അവന് നഗ്നത തോന്നുന്നു. ഈ അത്തിയില എല്ലാം എടുത്തിട്ടും, അതായത് മതം എല്ലാം ഉണ്ടെങ്കിലും ദൈവത്തിന് മുമ്പിൽ നിൽക്കാൻ പറ്റുന്നില്ല. അവൻ എന്തോ ഒരു ശൂന്യത, അവൻ ഒളിക്കുകയാണ്. ആദം, നീ എവിടെ എന്ന് വിളിച്ചപ്പോൾ അവൻ ഇറങ്ങി വരേണ്ടി വന്നു. ഇറങ്ങി വന്നപ്പോഴാണ് ദൈവം അവനെ മറ്റൊരു ഉടുപ്പിടിച്ചത്. ദൈവത്തിൻ്റെ നീതിയാകുന്ന വസ്ത്രം, ദൈവത്തിൻ്റെതായ മാർഗം. ഇനി ദൈവസന്നിധിയിലേക്ക് കടന്നു വരാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ മാർഗം, രക്തത്തോടുകൂടിയുള്ള ബലി. ഒരു കുഞ്ഞാടിനെ ദൈവം കൊല്ലുന്നു, രക്തം പോലുള്ള വസ്ത്രം എടുത്ത് ഉടുപ്പിക്കുന്നു. ദൈവം ഒരു പ്രവൃത്തി ചെയ്യുന്നു. അങ്ങനെ ദൈവത്തിന് അവനിലൊരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ എവിടെ ഒളിച്ചിരുന്നോ, എവിടെ അവൻ സുരക്ഷിതത്വം കണ്ടെത്തിയോ ആ സുരക്ഷിതത്വമൊക്കെ വിട്ടിട്ട് അവൻ ഇറങ്ങി വരേണ്ടി വന്നു. ആദം ചെയ്തത്, അബ്രഹാം ചെയ്തത്, മറിയം ചെയ്തത്. നമ്മൾ മോശയുടെ കണ്ടു. മോശ ഈജിപ്തില് സുഖങ്ങളുടെ ഇടയിൽ ജീവിക്കുകയായിരുന്നു. അവൻ കൊട്ടാരത്തിലായിരുന്നു, രാജാവിൻ്റെ മകനായിട്ട്, ഫേറോയുടെ മകനായിട്ട്, അടുത്ത ഫേറോയാകാൻ പോവുക. എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും എല്ലാം ഉണ്ട്, നല്ല സെക്യൂരിറ്റിയാണ്. എന്നാൽ ദൈവത്തിൻ്റെ സ്വരം അവൻ കേട്ടു. അവന് ഒരു വെളിപാട് കിട്ടി. അവൻ ഈ കൊട്ടാരത്തിൽ ജീവിക്കേണ്ടവനല്ല. അവൻ്റെ ജന്മം, അവൻ്റെ യഥാർത്ഥമായ ജനം അവിടെ അവൻ്റെ കൺമുമ്പിൽ വെച്ച് അടിമകളായിട്ട് ചാട്ടവാറിൻ്റെ അടിയും കൊണ്ട് കഷ്ടപ്പാടുകൾ സഹിക്കുന്ന ആ ജനമാണ്. അതാണ് ദൈവത്തിൻ്റെ ജനം. അതിൽപ്പെടുന്നവനാണ്. ദൈവത്തിൻ്റെ ആ സ്വരം അവൻ കേട്ടു. അവൻ കൊട്ടാരം ഉപേക്ഷിച്ചു, തൻ്റെ രാജകീയമായ ആ പദവി ഉപേക്ഷിച്ചു, അവന് ലഭിക്കാമായിരുന്ന സ്ഥാനമാനങ്ങളൊക്കെ ഉപേക്ഷിച്ചു. രാജകോപം ഭയപ്പെട്ടില്ല. അവൻ ഇറങ്ങി. നല്ല സുരക്ഷിതത്തിൽ നിന്നും സുരക്ഷിതം തരാത്ത ഒന്നിലേക്ക് അവൻ ഇറങ്ങി. നമ്മൾ പൗലോസിൻ്റെ കാര്യം കണ്ടു. പുതിയ നിയമത്തിൽ വരുമ്പോൾ പൗലോസ് യഹൂദ മതത്തിലെ പ്രമാണി,